ഒല്ലൂരിൽ മൂന്നാം തവണയും LDF-നെ പ്രതിനിധീകരിച്ചിറങ്ങുകയാണ് മന്ത്രി കെ രാജൻ. നമുക്കൊപ്പം ഇപ്പോൾ മിനിസ്റ്റർ ചേരുകയാണ്. ഹാട്രിക് ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. എനിക്കല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വികാരം ആ വിധത്തിൽ തന്നെ കാണാനുണ്ട്. ആത്മവിശ്വാസത്തിലാണ്. മൂന്നാം ടേമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ 10 വർഷം അവിടെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, 10 വർഷത്തെ സർക്കാരുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു ആന്റി ഇൻകംബൻസി എന്നുള്ളത് ഒരു ഫാക്ടർ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ കാണാനില്ല, കാണേണ്ട കാര്യമില്ല. കാരണം ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനഹിതമനുസരിച്ച് മുന്നോട്ട് പോയൊരു കാലമാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനും ആ കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. തർക്കമുണ്ടാവുക മറ്റു ചില കാര്യങ്ങളാണ്. രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് കഥകൾ ഇറക്കുക എന്നല്ലാതെ ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിന് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് ഒരു സാധ്യതയും കാണുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ച് പേരെടുത്ത് പറയാൻ പറ്റുന്ന, അവർക്ക് എത്രയും അടുത്ത് കിട്ടുന്ന ഒരു മിനിസ്റ്ററാണ്. ഒല്ലൂരുമായി ആ നിലയിലുള്ള ബന്ധമാണോ? അല്ല, കടുത്ത ആത്മബന്ധമാണ്. 10 വർഷക്കാലം ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കേവലം ഒരു അതിഥിയായിരുന്നില്ല ഞാൻ. ഏതെങ്കിലും വിധത്തിൽ MLA, ചീഫ് വിപ്പ്, മന്ത്രി തുടങ്ങിയ പദവികളിൽ ജനങ്ങളുമായി അകലത്തിൽ നിൽക്കുന്ന ഒരാളെ അല്ലായിരുന്നു. അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക. ചൂരൽമല എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലത്തെ ഒരു ബന്ധമാണ്. ഒല്ലൂർ അങ്ങനെയല്ല, ദീർഘകാലത്തെ ഒരാത്മബന്ധമാണ്. ഞാൻ പറയാറുണ്ട് വളരെ ആധികാരികമായി, ഈ വീട്ടിലെ ഈ മണ്ഡലത്തിലെ എല്ലാ വീട്ടമ്മമാരുടെയും മനസ്സിലെ റേഷൻ കാർഡിൽ പേരെഴുതി ചേർക്കാൻ അവസരം കിട്ടിയിട്ടുള്ള അവരുടെ വീട്ടുകാരനായ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതൊരു ആത്മവിശ്വാസമാണ്. ആർക്കും വ്യക്തിപരമായിട്ടുള്ള സംശുദ്ധ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അവരുമായി ബന്ധപ്പെട്ട പെരുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിധത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവരുടെ വീട്ടുകാരനായ ഒരാൾ മത്സരിക്കുന്ന വികാരമായിരിക്കും ഒല്ലൂരിനുണ്ടാവുക. അത് ഒല്ലൂരും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ കൂടി കാര്യമാണ്. തൃശ്ശൂരിൽ ഞങ്ങൾ ചിലരെ കാണുമ്പോൾ തന്നെ അവര് ഒല്ലൂരിൽ കെ രാജൻ ഉറപ്പാണ് എന്ന് പറയുന്നവരെ നമ്മൾ അവിടെ കണ്ടു. ഇപ്പോ ഈ ഒല്ലൂരിനെ സംബന്ധിച്ച് ഒല്ലൂർ ആരോടൊപ്പമാണോ അവരോടൊപ്പമാണ് സംസ്ഥാനം എന്ന ഒരു കണക്കുണ്ട്. അപ്പോൾ ഒല്ലൂർ എന്ത് ചിന്തിക്കുന്നു അതാണ് സംസ്ഥാനത്തിന്റെ ഭാവി. അപ്പോൾ എന്തായിരിക്കും ഒല്ലൂരിൽ ഉറപ്പാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തും ഉറപ്പാണോ? അല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാനത്ത് ഉറപ്പ്, അതിൽ തർക്കമില്ല. പക്ഷെ രാഷ്ട്രീയം ശരിയായ വിധത്തിൽ നമ്മൾ പഠിച്ചാൽ അതല്ലാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 87 മുതൽ ഇങ്ങനെയാണ്, ഈ പറഞ്ഞ ഒരു ട്രെൻഡാണ്. അതിനു മുമ്പ് അങ്ങനെ അല്ലാത്ത അനുഭവങ്ങളുമുണ്ട്. കേരളത്തിൽ സാധാരണ നിലയിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു 3-ാം ഊഴം ഉണ്ടാകും എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഈ മണ്ഡലത്തില് എപ്പോഴും സംസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ്, മന്ത്രിസഭയിൽ തന്നെ രണ്ടാമൻ, അങ്ങനെ ഓടി നടക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള, ദുരന്തങ്ങളെ പോലും നേരിടുന്ന ഘട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ മണ്ഡലത്തിലും വിട്ടുനിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും, എങ്കിൽ പോലും ഈ തിരക്കുകൾ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാകില്ല. കാരണം മന്ത്രിയായി തുടങ്ങിയതിന് ശേഷം മണ്ഡലത്തിനുണ്ടായ നേട്ടങ്ങൾ ചെറുതാകില്ല. ഇവിടെ 3 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും വിധത്തിൽ മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാ തിരക്കുകൾ കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ ഉണ്ടാകണമെന്നതിൽ നിർബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 2 മന്ത്രി കൂടിയായപ്പോൾ വിവിധ വകുപ്പുകളെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂടി ഉൾപ്പെടെ കോർഡിനേറ്റ് ചെയ്ത്, നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിലെ പ്രമുഖമായിട്ടുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകൾക്കും വിവിധ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാൻ ലഭ്യമാക്കുന്ന പൈസയിൽ ഒരു വിഹിതം ഇവിടെ ഒല്ലൂരിൽ വന്നിട്ടുണ്ട്. ഒല്ലൂരിൽ വിഹിതം വരാത്ത ഒരു മന്ത്രിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. ഒല്ലൂരിലെ ജനത വോട്ട് ചെയ്യുക അപ്പോൾ സർക്കാരിന്റെ വികസനത്തിനായിരിക്കും. തീർച്ചയായിട്ടും വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം അവരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാൾ. വികസനം മാത്രമല്ല, വികസനം ഒരു ഘടകമാണ്. എന്നാൽ വികസനത്തിനോടൊപ്പം ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളെക്കുറിച്ച് ഓർത്ത് അപമാനിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലം സ്വാഭാവികമായിട്ടും ഒല്ലൂർ അതിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പേരായി എൻ്റേതുണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു മുന്നണിയാണെങ്കിൽ പോലും വ്യക്തിപരമായി ഓരോ ആളുകളെയും വിളിച്ചു ചേർത്ത് പേര് വിളിക്കാവുന്ന ഒരു ആത്മബന്ധം ചെറിയ കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ വീടുകളും ഒരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഈ ഇടയ്ക്ക് സർക്കാർ കൊടുത്ത വീടുകളിൽ തന്നെ പണി പൂർത്തിയായില്ല എന്ന ചില ആരോപണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? പണി പൂർത്തിയായില്ല എന്ന് പറയുന്നത് എന്ത് പൂർത്തിയായില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന? സ്ട്രക്ചർ പൂർത്തിയായിട്ടില്ല എന്നാണോ? അത് ഒരു പൂർത്തിയാകാൻ പ്രയാസമില്ല. അവിടുത്തെ 178 കുടുംബങ്ങളുമായി കളക്ടർ നേരത്തെ സംസാരിച്ചതാണ്. അവർക്ക് ഏതു സമയത്താണ് താമസിക്കാൻ തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നോക്കിയതാണ്.
ഞാൻ ആ വീടുകളിലെല്ലാം പോയി. സാധാരണ നിലയിൽ താമസിക്കാൻ ഒരു പ്രതിസന്ധിയും പ്രയാസമില്ല. പക്ഷേ അവരുടെ ഫുൾ ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അവരുടെ കൂടി ഇംഗിതങ്ങൾ കേട്ടും കണ്ടും, അതുകൊണ്ട് അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീടുകൾ എല്ലാവരും കണ്ടു, എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ വീടുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില പോരായ്മകളുണ്ടെങ്കിൽ അത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ നിർമ്മിച്ച വീടുകളെ കുറിച്ചല്ല, അതിനകത്തിരിക്കുന്ന പ്ലഗിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങൾക്ക് പോലും അജണ്ട ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് മുകളിൽ നിൽക്കുന്നു. ഇത്രയേറെ വലിയൊരു അനുഭവം ഞാൻ ന്യൂസ് 18 പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു നഗരം എന്ന കൺസെപ്റ്റ് ചർച്ച ചെയ്യുകയോ തയ്യാറാക്കുകയോ ചെയ്തിട്ടുണ്ടോ? മുന്നനുഭവങ്ങളില്ലാത്തൊരു ചുമതലയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ആ മുന്നനുഭവങ്ങളില്ലാത്ത ചുമതല കൃത്യമായി പൂർത്തീകരിച്ചു. അവിടെ ഇനി അതിനകത്ത് 1, 2, 3, 4 ഒക്കെ ആയിട്ടുള്ള വീടുകളുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിഷുവിന് മുമ്പ് ആളുകൾ അവിടെ താമസിച്ചു തുടങ്ങും. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ പരിഹരിക്കും. ഇതൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള ഗൗരവമല്ലാത്ത വിഷയമാണ്. നിങ്ങൾ പക്ഷെ ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഏറ്റവും ചുരുങ്ങിയത് ഈ ദുരന്ത ഭൂമിയിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി കോൺഗ്രസ് ഇട്ട കല്ലെങ്കിലും കാണണ്ടേ? എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ട എന്റെയോ നിങ്ങളുടെയോ വീടിന് തറക്കല്ലിടപ്പോഴാണ് പഞ്ചായത്തിലൊരു പ്ലാൻ കൊടുത്ത് പ്ലാൻ അപ്രൂവ് ചെയ്ത് ആ പ്ലാനിൽ പിന്നെ പഞ്ചായത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള അനുമതി കിട്ടിയതിന് ശേഷമാണല്ലോ നമ്മളൊക്കെ തറക്കല്ലിടുക. അല്ലാതെ തറക്കല്ലിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളത് പ്ലോട്ട് തിരിക്കുകയാണെന്ന് പറഞ്ഞൊരു പ്ലാനുണ്ടോ? അതിനൊരു പ്ലാനുണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, ഇന്ന മോഡൽ വീട്, അതിവിടെ പണിയുന്നു, എത്ര വീട് ഇവിടെ, ഇതിനേതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? UDF പ്രതിനിധീകരിക്കുന്ന മേപ്പാടി പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ്. അത് ചെറുതാവുകയും പൂർത്തീകരിക്കപ്പെട്ട വീടുകളുടെ പ്ലഗിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒന്നുണ്ടല്ലോ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയമാണ്. അത് ഞങ്ങൾ നിന്ന് കൊടുക്കുന്നില്ല. ഇതുകൂടെ കണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. ജനങ്ങൾക്കെല്ലാം കാണാം. ഇതുകൂടിയല്ല, ആകാശത്തിന് താഴെയുള്ളെല്ലാം കാണാം. അതിൽ ശരിയുടെ പക്ഷം, നേരിന്റെ പക്ഷം, ഇടതുപക്ഷമാണെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം. ശരി, എന്തായാലും വലിയ തിരക്കിലാണ്. ആശംസകൾ. വലിയ തിരക്കിലാണ് മിനിസ്റ്റർ നമുക്കൊപ്പം അല്പസമയം ചേർന്നത്. ഇനിയിപ്പോ മറ്റ് പരിപാടികളുമായിട്ടൊക്കെ തിരക്കിലാണ്. ഒപ്പം ഒല്ലൂരിലെ ജനങ്ങളെ കണ്ട് വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കൊക്കെയുണ്ട്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒല്ലൂരിലും സംസ്ഥാനത്തും തുടർച്ച എന്നതാണ് മന്ത്രി കെ രാജൻ പറയുന്നത്. ഒല്ലൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.